വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക. വർഗ്ഗങ്ങൾ അഥവാ സ്ക്വയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് നമ്പർ 1 ആണ്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന നമ്പർ നമ്മൾ 2 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യാം. 1 × 1 1. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 2ൻ്റെ സ്ക്വയർ 2 × 2 മൾട്ടിപ്പിൾ വിത്ത് 2 4. 2 × 2 4. നെക്സ്റ്റ് 3ൻ്റെ സ്ക്വയർ 3 × 3 9. 4ൻ്റെത് 4 × 4 16. 5ൻ്റെത് 5 × 5 25. 6ൻ്റെത് 6 × 6 36. 7ൻ്റെത് 7 × 7 49. അങ്ങനെ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ആ സെയിം നമ്പറിനെ അതേ നമ്പർ തന്നെ കൊണ്ട് 2 തവണ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ക്വയർ അഥവാ വർഗ്ഗങ്ങൾ എന്ന് പറയും. 2 തവണ ഗുണിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് വർഗ്ഗങ്ങൾ. ഇപ്പോൾ 8ൻ്റെ വർഗ്ഗം എടുക്കുകയാണെങ്കിൽ 8 × 8 64. 9 × 9 81. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫ്ലുവൻ്റ് ആക്കിയാലും മതി, അല്ലെങ്കിൽ ഈ വർഗ്ഗങ്ങൾ സ്ക്വയേഴ്സ് പഠിച്ചു വെക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിച്ചു വെക്കുക. 10ൻ്റെ സ്ക്വയർ 100. 11ൻ്റെ സ്ക്വയർ 121. 12ൻ്റെ സ്ക്വയർ 144. 13ൻ്റെ സ്ക്വയർ 169. 14ൻ്റെ സ്ക്വയർ 196. ഇങ്ങനെ പോകും. 16ൻ്റെത് 256. 17ൻ്റെത് 289. 18ൻ്റെത് 324. 19ൻ്റെത് 361. 20ൻ്റെത് 400. 20ൻ്റെ സ്ക്വയറൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. കാരണം സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഒരു സീറോക്ക് പകരം നമ്മൾ 2 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ തന്നിരിക്കുന്ന നമ്പർ സംഖ്യ ഏതാണോ 20ൽ ഒരു സീറോക്ക് പകരം നമ്മൾ 2 0 കൊടുത്തു. പിന്നെ 2 അവിടെ ബാലൻസ് ഉണ്ട്. ആ 2ൻ്റെ സ്ക്വയർ എടുക്കുക 4. അപ്പോൾ 20ൻ്റെ സ്ക്വയർ 400 കിട്ടും. 21ൻ്റെത് 441. 22ൻ്റെത് 484. 23ൻ്റെത് 529. 24ൻ്റെത് 576. 25ൻ്റെത് 625. 26ൻ്റെത് 676. 27 729. 28ൻ്റെത് 784. 29ൻ്റെത് 841. ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങൾ എടുക്കുന്ന രീതി. ഇനി നമ്മൾ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പ്രോസസ്സ് ചെയ്യേണ്ടത് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 6ൻ്റെ സ്ക്വയർ നമ്മളെടുത്ത് 36 എന്ന് എടുത്ത്, അപ്പോൾ 36ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കും. 36ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് ഈ 36 ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആയിരുന്നോ അതാണ് എന്ത് 36ൻ്റെ സ്ക്വയർ റൂട്ട്. അതായത് 6 × 6 ആണ് 36 വന്നത്. അപ്പോൾ 36ൻ്റെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ 6 ആണ് വരിക. അതുപോലെ വേറൊന്ന് നോക്കുകയാണെങ്കിൽ 144 144. 144ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് ഏത് സംഖ്യയുടെ വർഗ്ഗമാണോ 144 വന്നത് 12ൻ്റെ വർഗ്ഗം